അമേരിക്കയെ സഹായിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ അവരെ ശത്രുക്കളായി കാണേണ്ടി വരും. പശ്ചിമേഷ്യയിലെ അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് അതീവ ഗൗരവമുള്ളതാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഏതെങ്കിലും രാജ്യം തങ്ങളുടെ മണ്ണോ ആകാശമോ ജലപാതകളോ വിട്ടു നൽകിയാൽ ആ രാജ്യത്തെ ശത്രു രാജ്യമായി കണക്കാക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC വ്യക്തമാക്കി. അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര സംഘർഷം മുറുകുന്നതിനിടയിലാണ് ഇറാന്റെ ഈ പരസ്യ ഭീഷണി വരുന്നത്. പശ്ചിമേഷ്യൻ സമുദ്രാതിർത്തിയിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് IRGC നേവി ഡെപ്യൂട്ടി കമാൻഡർ മുഹമ്മദ് അക്ബർ സാദയുടെ ഈ പ്രസ്താവന ഇപ്പോൾ പുറത്തു വരുന്നത്. അയൽ രാജ്യങ്ങളെ സുഹൃത്തുക്കളായാണ് കാണുന്നതെങ്കിലും ഇറാനെതിരെ പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്ക് അവസരം നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ സൗഹൃദം അവസാനിക്കുമെന്നും ഇറാൻ വളരെ വ്യക്തമായിട്ടുള്ള ഭാഷയിൽ താക്കീത് നൽകുന്നു. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന അതിലും ശക്തമായ മറ്റൊരു സൈനിക വിഭാഗമാണ് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിലെ മതഭരണകൂടത്തെ അട്ടിമറികളിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപീകരിച്ചതാണിത്. എന്നാൽ ഇന്നത് വളർന്ന് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, വിദേശ നയം എന്നിവയെല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഒരു വമ്പൻ ശക്തിയായി മാറിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയോട് മാത്രമാണ് ഇവർക്ക് ഉത്തരവാദിത്വവും കടപ്പാടുമുള്ളത്. ഇറാന്റെ ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള സൈനിക തന്ത്രങ്ങൾ കൂടിയുണ്ട്. ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ സംഘങ്ങളെ ഉപയോഗിച്ചാണ് ഇറാൻ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ ഹരഗത്ത് അൽ നുജാബ, ഖതൈബ്, സയ്യിദ് അൽ ഷുഹാദ് തുടങ്ങിയ ഇറാനുമായി ബന്ധമുള്ള 4 ഇറാഖി മിലീഷ്യകളെ അമേരിക്ക വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കും സൗകര്യങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഈ ഗ്രൂപ്പുകളാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാൻ അനുകൂല സംഘടനയായിട്ടുള്ള ഖതൈബ് ഹിസ്ബുള്ള ഇറാഖിൽ നിന്ന് അമേരിക്കൻ സേനയെ പുറത്താക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ നേരിട്ടൊരു യുദ്ധത്തിനപ്പുറം പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് പോലുള്ള സായുധ കൂട്ടായ്മകളെ ഉപയോഗിച്ച് മേഖലയിലെ ഫലങ്ങളെ നിയന്ത്രിക്കാനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വടംവലിയിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. ആര് അമേരിക്കയ്ക്കൊപ്പം നിൽക്കും, ആര് മാറി നിൽക്കുമെന്നത് വരും ദിവസങ്ങളിൽ മേഖലയിലെ സമാധാനത്തെ ബാധിച്ചേക്കാം. ജസ്റ്റിസ് ന്യൂസ് ഇന്ത്യ മലയാളം.